ഉദ്ധിതനാഥൻ്റെ സഹായത്താൽ വിശ്വാസ വളർച്ച സ്വന്തമാക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. മഗ്ദലന മറിയത്തിന് കർത്താവ് കൊടുക്കുന്ന വലിയ ദൗത്യവും മഗ്ദലന മറിയത്തെ വിശ്വസിക്കാത്ത ശിഷ്യന്മാരും എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരെ വിശ്വസിക്കാത്ത മറ്റു ശിഷ്യരും ഒക്കെയും വ്യക്തിപരമായ ഉദ്ധിത വിശ്വാസത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടവരായിരുന്നു. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1. മഗ്ദലന മറിയം. 7 പിശാചുക്കളുടെ കൊടിയ ബന്ധനത്തിലായിരുന്ന മഗ്ദലന ക്രിസ്തു ഉത്ഥാനത്തിൻ്റെ ആദ്യ മംഗളവാർത്ത പേറുവാൻ നിയോഗിക്കപ്പെട്ടവളായി. കർത്താവ് അവളെ ഉയർത്തി. എങ്കിലും അവളുടെ ആ മംഗള ദൂതിനെ ശിഷ്യന്മാർ വിശ്വസിക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല. അതിനുശേഷം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ 2 പേർക്ക് ഗ്രാമയാത്രാ മധ്യേ പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ഉദ്ധിതനിലുള്ള വിശ്വാസം മറ്റുള്ളവരിൽ നിന്നുമല്ല, ഉദ്ധിതനിൽ നിന്നു തന്നെ അവർക്ക് ആവശ്യമായിരുന്നു എന്ന പോലെ അവർ ഉദ്ധിതൻ്റെ നേരനുഭവത്തിലൂടെ മാത്രമേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. അതിനാൽ തന്നെ ഉദ്ധിത അനുഭവ സാക്ഷ്യം എന്നത് തികച്ചും വ്യക്തിപരമാണ്. അഥവാ വ്യക്തിബോധ്യത്തിലൂടെ മാത്രമേ ഉദ്ധിതനെ നിനക്ക് ബോധ്യപ്പെടുക തരമുള്ളൂ. മറുതലത്തിൽ ചിന്തിച്ചാൽ ഉദ്ധിത നാഥനെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ സാക്ഷ്യവും ബോധ്യങ്ങളും ഒന്നും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല, സ്വീകരിച്ചില്ല. ഏതോ ഒരു ദുശാഠ്യം പോലെ വിശ്വാസത്തിൻ്റെ ആ വലിയ സാക്ഷ്യത്തെ സ്വീകരിക്കുവാൻ വിമുഖത പോലെ ശിഷ്യന്മാരിൽ അത് നിലകൊണ്ടു. 2. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം. എല്ലാ അപ്പോസ്തലന്മാരിലും അല്ലെങ്കിൽ ചിലരിൽ പതുക്കെ വന്ന അഥവാ അങ്കുരിച്ച സത്യമാണ്, ബോധ്യമാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലുള്ള വിശ്വാസം. കർത്താവ് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് അവരെ ബോധ്യപ്പെടുത്തുവാൻ കുറച്ച് അവസരങ്ങളും പ്രത്യക്ഷീകരണങ്ങളും യേശുനാഥന് വേണ്ടി വന്നു. എല്ലാ വിശ്വാസികൾക്കും അതിൻ്റെ ഉയർച്ച താഴ്ചകളുണ്ട്. പ്രാർത്ഥനയ്ക്ക് നല്ല സമയവും ദുഷ്കരമായ സമയവുമുണ്ട്. ദൈവം എപ്പോഴും അടുത്താണെന്ന വിശ്വാസത്തിലാണ് വിശ്വാസം വളരുന്നത്. അത് ചിലപ്പോൾ അതിലും വ്യത്യസ്തമായിരിക്കാം. ദൈവം എൻ്റെ അരികിലില്ല എന്ന ബോധ്യവും വിശ്വാസത്തിൽ നമ്മെ വളർത്തിയേക്കാം. ആ ദൈവത്തെ അരികിലേക്ക് കൊണ്ടുവരുവാൻ പാകത്തിനുള്ള വിശ്വാസം. ചിലപ്പോൾ ഇരുണ്ട പ്രണയമാണ് വിശ്വാസത്തിന് നിദാനമായി നിലകൊള്ളുന്നത്. ഒന്നും കാണുവാൻ സാധിക്കുന്നില്ലെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. ഇരുട്ടിലെ സ്നേഹമാണ് ജീവിതത്തിലേക്ക് വിശ്വാസത്തെ കൊണ്ടുവരുന്നത്. ശിഷ്യന്മാരുടെ ജീവിതത്തിലേക്ക് വിശ്വാസത്തെ നിക്ഷേപിച്ച യേശുനാഥൻ ഇപ്പോൾ ഉദ്ധിത വിശ്വാസം പകർന്നേകുകയാണ്. 3. ശാഠ്യവും നിഷേധാത്മകതയും. പലപ്പോഴും ശിഷ്യന്മാരെ പോലെ നാം നമ്മുടെ ദുഃഖവും നിഷേധാത്മക വികാരങ്ങളും മുറുകെ പിടിക്കുന്നു, വിശ്വസിക്കാൻ വിസമ്മതിക്കുന്നു. 11 പേരെ അവരുടെ ശാഠ്യത്തിന് യേശു വിമർശിക്കുന്നുണ്ട്. ക്രിസ്തു നിയോഗിച്ച് അയച്ചവരെ വിശ്വസിക്കാത്തതിനാൽ ഉദ്ധിതന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ ക്രിസ്തു നിയോഗത്തെയും നാം സ്വീകരിക്കേണ്ടതുണ്ട്. ക്രിസ്തു ശിഷ്യന്മാരെ ശകാരിക്കുന്നുവെങ്കിലും തള്ളിക്കളയുന്നില്ല. പകരം വലിയ സുവിശേഷ ദൗത്യം അവരെ ഭരമേൽപ്പിക്കുവാൻ വീണ്ടും വീണ്ടും അവരിലേക്ക് അവൻ കടന്നു വന്നുകൊണ്ട് ഉദ്ധിത വിശ്വാസ ബോധ്യം അവരിൽ ദൃഢീകരിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ഈ ഉത്ഥാന കാലഘട്ടത്തിൽ നാം ഉദ്ധിതൻ്റെ അരികെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരു വേളയെങ്കിലും അന്ധകാരത്തിൻ്റെ തിരശ്ശീല നമ്മുടെ വിശ്വാസ ജീവിതത്തെ
അകലെയാണെന്ന തെറ്റിദ്ധാരണ ബോധ്യത്തിൽ നമ്മെ നിലനിർത്തിയേക്കാം. എങ്കിലും ഉത്ഥാനത്തിൻ്റെ ഉത്ഥിതനാഥൻ്റെ വിശ്വാസം അതിനും മുകളിലേക്ക് എന്നെ ഉയർത്തുന്നതും ഞാൻ ഉയരുവാൻ ക്രിസ്തുവിനെ ഉത്ഥിതനെ കൂട്ടുപിടിക്കുന്നതുമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി വിശ്വാസത്തിൽ ഉത്ഥിതനോടൊപ്പം ഉയർത്തട്ടെ.